അടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ധൂർത്ത് തുടരാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയന് കാരവൻ സൗകര്യം ഒരുക്കണമെന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിൻ്റെ നിർദ്ദേശം വെളിപ്പെടുത്തൽ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖ വിവരങ്ങളുമായി S ശാലിനി ചേരുന്നു. ശാലിനി, മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ നിരവധി വാഹനങ്ങൾ ഉണ്ട്. എത്രയോ കറുത്ത വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇന്നോവ ക്രിസ്റ്റ ഉൾപ്പെടെയുള്ള ലക്ഷറി വാഹനങ്ങൾ ഉണ്ട്. അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ വാങ്ങിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് വാടക നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പുറമെയാണ് ഇപ്പോൾ കാരവൻ കൂടി വാങ്ങണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് ADGP MR അജിത് കുമാറാണ് അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ആ നിർദ്ദേശം അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. താമസിയാതെ മുഖ്യമന്ത്രി കാരവനിൽ സഞ്ചരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സഞ്ചരിക്കുന്ന ഓഫീസ് മുഖ്യമന്ത്രിക്ക് വേണം എന്ന് ഈ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP ഒരു നിർദ്ദേശം നൽകിയത്? എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്? ഇനി ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ 1,05,00,000 ബസ്സിൽ സഞ്ചരിച്ചല്ലോ, ആ ഒരു സുഖം ഇദ്ദേഹവുമായി പങ്കുവച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനൊരു നിർദ്ദേശം? മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ADGPയെ കൊണ്ട് പറയിപ്പിച്ചതാണോ? എന്താണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം? അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഒരു നിർദ്ദേശം മുൻപേ വന്നതാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക വാഹനമായി കാരവൻ വാങ്ങണം, കാരവനിലുള്ള യാത്രയാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കുറച്ച് നാളുകളായി ഉണ്ട്. പക്ഷെ അതിലൊരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഔദ്യോഗികമായ അതിൻ്റെ ഒരു നിർദ്ദേശം മാധ്യമങ്ങൾക്ക് മുൻപാകെ ഇപ്പോൾ വരുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം 80 ലക്ഷത്തിലധികം രൂപ വാടകയ്ക്ക് കൊടുത്ത് ഒരു ഹെലികോപ്റ്റർ തിരുവനന്തപുരത്തുണ്ട് അദ്ദേഹത്തിന്റെ യാത്രകൾക്കായി, അടിയന്തര യാത്രകൾക്കായി ഒക്കെ. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം 38ഓളം ദിവസം സഞ്ചരിച്ച 1 കോടിയിലധികം രൂപ വിലയുള്ള ലക്ഷറി വാഹനമുണ്ട്. നവകേരള ബസ് ഒരു ഭാഗത്ത് ഉണ്ട്. ഇതിന് പിന്നാലെയാണ് ഈ ഇന്നോവ ക്രിസ്റ്റ അടക്കമുള്ള കാർണിവൽ വാഹനം പിന്നീട് വാങ്ങുന്നു, കറുത്ത കിയ വാഹനം വാങ്ങുന്നു, ലക്ഷങ്ങൾ അതിനായി മുടക്കുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പുതിയൊരു നിർദ്ദേശവുമായി ക്രമസമാധാന ചുമതലയുള്ള ADGP തന്നെ രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലൂടെ പോവുകയാണ്. ക്ഷേമ പെൻഷനുകൾ നൽകാൻ പണമില്ല, ഉച്ചഭക്ഷണത്തിന് വിദ്യാർത്ഥികൾക്ക് നൽകാൻ പണമില്ല, വിവിധ പദ്ധതികൾ നിർമ്മാണങ്ങളൊക്കെ തന്നെ പാതി വഴിയിൽ നിലച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു വാഹനം വേണം എന്നുള്ളൊരു നിർദ്ദേശം ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ ഔദ്യോഗിക തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്ന് നമുക്കറിയുന്നു. പക്ഷേ ഔദ്യോഗിക ഒരു ഓർഡർ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചൊരു ഉത്തരവ് ഉടൻ തന്നെ വരാനുള്ള സാധ്യതകൾ കൂടി നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, സംസ്ഥാനം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ആ സാഹചര്യത്തിലാണ് വീണ്ടും ഒരു വാഹനം വാങ്ങണമെന്നുള്ള ഇടത് സർക്കാരിന്റെ തീരുമാനം എന്നുള്ളതാണ് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത്. ഇതിനകം തന്നെ പ്രതിപക്ഷം ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ കേന്ദ്രമന്ത്രി V മുരളീധരനും ഔദ്യോഗികമായി ഈ വാർത്തയോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരവൻ വാങ്ങാനുള്ള പോലീസ് നിർദ്ദേശം അത് ശരിയായ പ്രവണതയല്ല. സാധാരണ ജനത്തെ കേരള പോലീസ് കൊഞ്ഞണം കുത്തുന്നു ഈ ഒരു തീരുമാനത്തിലൂടെ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, പൊതുപ്രവർത്തകർക്കും ജനങ്ങൾക്കും പോലീസിന്റെ വക അടിയും തൊഴിയും കിട്ടുമ്പോൾ മറുഭാഗത്ത് അതിന് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അതിന് ആജ്ഞാനുവർത്തിയായിട്ടുള്ള വ്യക്തി വലിയ രീതിയിലുള്ള സുരക്ഷയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം ഓഫീസിന് സമാനമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെ ആയിരിക്കും ഈ കാരവൻ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഓഫീസ് സംവിധാനങ്ങളുണ്ട്, വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങളുണ്ട്, ഓഫീസ് സ്റ്റാഫുകൾക്ക് അതിനകത്ത് പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ. അത്തരത്തിൽ വളരെ വിപുലമായ അത്യാഡംബര കാരവൻ വാങ്ങാൻ തന്നെയാണ് സർക്കാർ തലത്തിൽ ആലോചനയും പോലീസിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശവും എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ ഔദ്യോഗിക ഉത്തരവ് പുറത്തുവരും. അതേസമയം തന്നെ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒരു ഭാഗത്ത് തുടരുകയാണ്. എന്തായാലും വളരെ കുറച്ച് താമസം മാത്രമേ ഇനി രണ്ടാം പിണറായി സർക്കാർ പൂർത്തീകരിക്കാനുള്ളൂ. അതിനിടയിലാണ് ഇത്തരത്തിൽ സാധാരണക്കാരന്റെ വയറ്റത്തടിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ആഡംബരവും ദൂർത്തും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു നടപടിയിലാണ് ആക്ഷേപങ്ങളും വിമർശനങ്ങളും ശക്തമാകുന്നത്. അനിൽ നമ്പ്യാർ.